അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 67 ആയത്തുകൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന കുറച്ച് ആയത്തുകൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി ഖാല ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ ലാ فارض ولا بكر عوان بين ذلك فافعلوا ما تؤمرون. قالوا ادع لنا. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെയുള്ള വാവുമദിന് നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ഹംസത്തുൽ വസ്ൽ വന്നു. ഹംസത്തുൽ വസ്ലിന് മുന്നേ ഏത് മദ്ദായാലും, അലിഫ് മദ്ദായാലും വാവ് മദ്ദായാലും യാ മദ്ദായാലും നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുത്തിട്ട് ഉച്ചരിക്കുക. അയിനിൻ്റെ മഹർ ശ്രദ്ധിക്കണേ, തൊണ്ടയുടെ മധ്യഭാഗം. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റബ്ബക യുബയ്യിൻ ലനാ. റോ ഫത്തഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. റോ എന്നുള്ള സൗണ്ട് കൊടുക്കുക കേട്ടോ. മലയാളത്തിൽ നമ്മൾ റാ എന്ന് പറയുന്നത് പോലെ പറയരുത്. റബ്ബക കാഫ് ഉച്ചരിക്കുമ്പോൾ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കണേ. യുബയ്യിൻ ലനാ. നൂൻ സാക്കിനക്ക് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. നൂൻ സാക്കിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഉന്ന കൊടുക്കാതെ ഒതുക്കൊടുക്കുക, മണിക്കാതെ ഒതുക്കൊടുക്കുക കേട്ടോ. മാഹി. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. ഇവിടെ വഖഫും വസ്ലും അനുവദനീയമാണ്. ഇനി അവിടെ വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ യാഇൻ്റെ ഫത്തഹയെ കട്ട് ചെയ്തിട്ട് മദ്ദക്ഷരമാക്കി മാറ്റി വഖഫ് ചെയ്യുക കേട്ടോ. അടുത്ത വേർഡുമായിട്ട് കൂട്ടി ഓതുമ്പോൾ ഹർക്കത്തിനെ ഉച്ചരിക്കും ചെയ്യുക. ഖാല ഇന്നഹു. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. നൂനിന് ശബ്ദ വന്നു. അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചൊടുക്കുക. ഹാഇൻ്റെ കൂടെ വാവ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യഖൂലു ഇന്നഹാ. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. നൂനിന് ശബ്ദ വന്നു. അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചൊടുക്കുക കേട്ടോ. നൂനിനും മീമിനും ശബ്ദ വന്നാൽ ഏറ്റവും കൂടുതൽ മണിച്ചൊടുക്കേണ്ട സ്ഥലമാണ്, നന്നായിട്ട് മണിച്ചൊടുക്കുക. ബഖറത്തുൽ ലാ ഫാരിദ്. ഖാഫ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ത വമ്മ തെൻവീനാണ് വന്നിട്ടുള്ളത്. തെൻവീനിന് ശേഷം ഇദാം ബിലാഗുനയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിക്കുന്നുണ്ട്, പക്ഷേ മണിക്കാതെ ഓതിക്കൊടുക്കുക, ഉന്ന കൊടുക്കാതെ ഓതിക്കൊടുക്കുക. ഫാരിദും വല. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. റോക്ക് കെസ്റ ആയതുകൊണ്ട് നമ്മൾ താഴ്ത്തി ഉച്ചരിക്കുക, ലൈറ്റാക്കി കൊടുക്കുക. രീ എന്നുള്ള സൗണ്ട് കൊടുക്കണേ. വാദ് ഇസ്തിഅലാന്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. തഫ്രീം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ മുകളിലേക്ക് ഉയർത്തി കൊടുക്കുക കേട്ടോ. വാദിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവാണ് വന്നിട്ടുള്ളത്. ബിഉന്നയുടെ അക്ഷരമായിട്ടുള്ള വാവ് വന്നു. നമ്മൾ തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ വാവിലേക്ക് ലയിപ്പിച്ച ഒന്നയോടുകൂടി ഒതുക്കി കേട്ടോ. ബിഖ്റുൻ അവാനും ബൈന ദാലിക്. കാഫ് സുക്കൂനാവുമ്പോൾ കുറച്ചേറെ പുറത്തോട്ട് പോണ സൗണ്ട് കൊടുത്തിട്ട് ഉച്ചരിക്കുക കേട്ടോ. ബിഖ് അതുപോലെ ഉച്ചരിക്കുക. ബിഖ്റുൻ അവാനും. റോക്ക് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇവഹാറിൻ്റെ അക്ഷരമായിട്ടുള്ള അയിനാണ് വന്നിട്ടുള്ളത്. തെൻവീനിനെ നമ്മൾ വ്യക്തമാക്കി മണിക്കാതെ ഉച്ചരിക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒന്നിൻ്റെ മുകളിൽ 1 എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, വേറിട്ടല്ല കേട്ടോ. അയിനിൻ്റെ മഹ്ർ ശ്രദ്ധിക്കുക കേട്ടോ. തൊണ്ടയുടെ മധ്യഭാഗം. നൂനിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ലാബിൻ്റെ അക്ഷരമായിട്ടുള്ള ബാ വന്നു. തെൻവീനിന് നമ്മൾ മീമാക്കി മാറ്റിമറിച്ച് ഉന്നയോട് കൂടി ഒതുക്കൊടുക്കുക കേട്ടോ. നൂൻ സാക്കിനക്കോ തെൻവീനിന് ശേഷം ബ എന്ന ഒരൊറ്റ അക്ഷരം മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ നൂനിൻ്റെ സൗണ്ടിനെ കേൾക്കുകയില്ല. മീമാക്കി മാറ്റിമറിക്കും ചെയ്യുക. അതോടൊപ്പം തന്നെ ഉന്ന കൊടുത്തിട്ട് ഉച്ചരിക്കുകയും ചെയ്യുക. ഓക്കെ. ബൈന ദാലിക്. ദാല് ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റവും മേലെ മുൻപല്ലിൻ്റെ അറ്റവും ചേർന്നിട്ടാണ് ദാല് പുറപ്പെടുന്നത്. സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഇവിടെ കാഫ്, ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള സില വന്നിട്ടുണ്ട്. വഖഫ് ചെയ്യുമ്പോൾ കാഫിന് സുക്കൂന് കൊടുത്തിട്ട് വഖഫ് ചെയ്യുമല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂനാക്കി കൊടുക്കുക. കുറച്ചേറെ പുറത്തോട്ട് പോണ സൗണ്ടും കൊടുക്കുക കേട്ടോ. ദാലിക്.
ഫഫഅലൂ മാ തുഅ്മറൂൻ. ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കുക. കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അയനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. വസത്തുൽ ഹൽക്ക്. മാ തുഅ്മറൂൻ. മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹംസ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യുക. قالوا ادع لنا ربك يبين لنا ما لونها قال إنه يقول إنها بقرة صفراء فاقع لونها تسر الناظرين. قالوا ادع لنا. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. ദാല് കൽക്കലയുടെ ലെറ്റർ ആയതുകൊണ്ട് ഫുൾ സുക്കൂന് കൊടുക്കുക കേട്ടോ. ലാമിൻ്റെ കൂടെയുള്ള വാമദിന് നമ്മൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഹംസത്തുൽ വസ്ൽ വന്നു, അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. അയിനിൻ്റെ മഖ്റജ് ശ്രദ്ധിക്കുക കേട്ടോ. വസത്തുൽ ഹൽക്ക് തൊണ്ടയുടെ മധ്യഭാഗം. നൂനിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. റബ്ബക. റോ ഫതഹയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. കാഫിനെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമ് വന്നു. നൂൻ സാക്കിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഉന്ന കൊടുക്കാതെ മണിക്കാതെ ഓതി കൊടുക്കുക. മാലൗനുഹ. മീമിൻ്റെ കൂടെ വാവ് മദ് വന്നു, മീമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമ് വന്നിട്ടുണ്ട്. വഖഫും വസ്ലും അനുവദനീയമാണ്. വഖഫ് ചെയ്യുമ്പോൾ നമ്മൾ 2 കൗണ്ട് നീട്ടി വഖഫ് ചെയ്യുക കേട്ടോ. ഖാല ഇന്നഹു യഖൂലു. നൂന് ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. നൂന് ശബ്ദ വന്നു, അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ഹാഇൻ്റെ കൂടെ വാവ് സ്വൈറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. യഖൂലു. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. വാവ് മദ് കൂടെ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഇന്നഹാ ബഖറത്തുൻ സഫ്രാ. നുന്ന് ശബ്ദ അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. ഹാഇൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കണേ. ബഖറത്തുൻ സഫ്രാ. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, തഫ്രീം ചെയ്യുക. റോ ഫതഹ ആയതുകൊണ്ട് നമ്മൾ ഉയർത്തിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ത വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇഖ്ഫായിൻ്റെ അക്ഷരമായിട്ടുള്ള സ്വാദ് വന്നു. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിന് നമ്മൾ മറച്ച് വെച്ച് മണിച്ചോതി കൊടുക്കുക കേട്ടോ. ഫ കൽക്കലയുടെ ലെറ്ററില്ലാത്തത് കൊണ്ട് ഹഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക. റോഇൻ്റെ കൂടെ മദ് വന്നു. മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നിട്ടുള്ളത് അതേ വീടിൽ തന്നെയാണ്. മദ് വാജിബ് മുത്തസിൽ 4, 5 കൗണ്ട് നിർബന്ധമായിട്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. ഫാഖിഉൽ ലൗനുഹ. ഫ ലൈറ്റാക്കിയിട്ട് ഉച്ചരിക്കാൻ ശ്രദ്ധിക്കുക. അയിനിന് വമ്മ തെൻവീന് വന്നു. തെൻവീനിന് ശേഷം ഇദാം ബിലാഉന്നയുടെ അക്ഷരമായിട്ടുള്ള ലാമാണ് വന്നിട്ടുള്ളത്. തെൻവീനിലുള്ള നൂനിൻ്റെ സൗണ്ടിനെ നമ്മൾ ലാമിലേക്ക് ലയിപ്പിച്ച് ഒന്നയില്ലാതെ മണിക്കാതെ ഊതി കൊടുക്കുക കേട്ടോ. ഇവിടെ തെൻവീനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്, ഒരുമിച്ചല്ല. ഇവ്ഹാൽ മാത്രമാണ് തെൻവീനുകൾ ഒരുമിച്ച് നിൽക്കുന്നത്, നമുക്ക് മനസ്സിലാക്കണേ. തസുറുന്നീൻ. വമ്മയാണ്, ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. നൂനിന് ശബ്ദ വന്നു, അക്മൽ ഉന്നൻ നന്നായിട്ട് മണിച്ചു കൊടുക്കുക. അലിഫ് സോയറ വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്, ഇത്ബാക്കിൻ്റെ ലെറ്ററും കൂടിയാണ്. അപ്പോൾ കെസ്റയായാലും നമ്മൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്രീം ചെയ്തിട്ട് ഉച്ചരിക്കുക. റോക്ക് കെസ്റയാണ്, താഴ്ത്തി ഉച്ചരിക്കുക കേട്ടോ. രീ എന്നുള്ള സൗണ്ട് കൊടുക്കുക. അവസാനത്തിൽ മദ് ആര് സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വരെ നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.